ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും അതേപോലെ നമ്മൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു മെറ്റേണിറ്റി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ എൻ്റെ വരവ്. അപ്പോൾ നമ്മൾ പോയത് വേറെ എവിടെയല്ല, പേൾസ് ഫാഷൻ ബുട്ടിക് എന്ന് പറഞ്ഞിട്ട് പാലാരിവട്ടത്തുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ പോയത്. അവരാണ് നമുക്ക് മെറ്റേണിറ്റി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുള്ളത്. ഫീഡിങ് ടൈപ്പ് മെറ്റേണിറ്റി ഡ്രസ്സാണ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ആ ടൈമിൽ ഇപ്പം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇവർ തന്നെ നമുക്ക് നേരത്തെ ഒരു വർക്ക് നമുക്ക് നേരത്തെ അവരുടെ ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഇസമോളുടെ ഓണത്തിൻ്റെ സമയത്ത്, കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് ഇസമോൾക്ക് ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് അവരെ ഇച്ചായൻ്റെയും ഇച്ചായത്തിയുടെയും കൂടെ ഒരു ഫോട്ടോഷൂട്ട്, ഇസമോൾക്ക് ഒരു ഫോട്ടോഷൂട്ട് അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഒരു ബേബീനെ കൂടി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇസമോളെയാണ് അവർ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് ശേഷം അപ്പം അന്നേ എന്നോട് അവിടെ ജിജി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ചും കൂടി ടൈമൊക്കെ ആകുമ്പോൾ, അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ഓൾറെഡി ആയിട്ടാണ് നമ്മൾ ആ ഫോട്ടോഷൂട്ടിൻ്റെ ടൈമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേ എന്നോട് ജിജി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ചും കൂടി വയറൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു മെറ്റേണിറ്റി ഡ്രസ്സൊക്കെ ചെയ്യാം കേട്ടോ ജഫ്ന എന്നിങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി, ജഫ്ന നമുക്ക് ആ ഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളവിടെ പോയത്. അപ്പം അടിപൊളിയായിട്ട് എനിക്ക് ചെയ്തു തന്നു. അപ്പോൾ നിങ്ങൾ നേരെ പോയിട്ട് ഇനി ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. അപ്പോൾ നമ്മളിത് ഇവിടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എത്തിയ ദിവസം അത്യാവശ്യം നമ്മുടെ ചേച്ചിക്ക് കസ്റ്റമേഴ്സിൻ്റെ തിരക്കുള്ള ദിവസം തന്നെയാണ്. ജിജി ചേച്ചിക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സിൻ്റെ തിരക്കുണ്ടെന്ന്. അപ്പം ഞങ്ങളതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മെഷർമെൻറ്റ്, അതായത് തിരക്കൊക്കെ ഒന്ന് ഷോപ്പിലെ തിരക്കൊന്ന് ഒഴിഞ്ഞിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ കസ്റ്റമേഴ്സൊക്കെ അത്യാവശ്യം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി മെഷർമെൻറ്റൊക്കെ എടുത്ത് തന്നു. നമുക്ക് നമ്മുടെ എല്ലാ മെഷർമെൻറ്റും കറക്റ്റായിട്ട് എടുത്ത് എഴുതിയൊക്കെ വെച്ചു. പിന്നെ നമ്മൾ ഈ വീഡിയോ ഓൾറെഡി 2 ദിവസമായിട്ട് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഒരു 5 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കംഫർട്ടബിൾ സോൺ നോക്കിയിട്ടാണ് ചേച്ചി എന്നോട് ഷോപ്പിലോട്ട് വന്ന് പറഞ്ഞത്. കാരണം ഞങ്ങൾ അന്നത്തെ ഒരു ദിവസം ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ദിവസം തന്നെ ഞങ്ങൾ ഷോപ്പിൽ പോയി മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോരുകയാണ് ഉണ്ടായത് കേട്ടോ. അറിയാൻ പറ്റും ഇച്ചായത്തിയും ചാനലിലാണ് കൂടുതൽ ഞങ്ങളുടെ വ്ളോഗും കാര്യങ്ങളും വന്നത്, അവർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കെല്ലാം ചെയ്തു തന്നത് നമ്മുടെ ചേച്ചിയാണ്. അപ്പൊ ഇപ്രാവശ്യം വന്നേക്കണത് ഇപ്പൊ ഞാൻ 7 months ഒക്കെ ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പൊ എനിക്കൊരു മെറ്റേണിറ്റി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്നേക്കണത്. അപ്പൊ അതിന്റെ മെഷർമെന്റ് ആണ് നിങ്ങൾ കണ്ടിട്ടിരിക്കണത്. ചേച്ചി അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കത് ആകുമ്പോഴേക്കും മെറ്റേണിറ്റി ഷൂട്ടൊക്കെ ചെയ്യാട്ടോ, അല്ലെങ്കിൽ മെറ്റേൺ ഡ്രസ്സൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞില്ലേ? പിന്നെ സ്ലീവ്ലെസ് വേണം. എങ്ങനെയാണ് മെറ്റീരിയൽ? കോട്ടൺ നോക്കാം. അതെ, ഇപ്പം ഇതിൽ നിന്നാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോണത്. കോട്ടൺ മെറ്റീരിയൽ എനിക്ക് ആപ്റ്റായിട്ടുള്ള കളർ ചേച്ചി തന്നെ സെലക്ട് ചെയ്തോ, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ലൈറ്റ് ഷെയ്ഡല്ലേ? ഇത് ലൈറ്റ് ഷെയ്ഡാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ഷെയ്ഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതെ. ഓക്കെ, അപ്പം ഞാനിവിടെ ജിജിയുടെ കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് നമ്മൾ നിർത്തിയത് ഞങ്ങൾ മെഷർമെന്റും കാര്യങ്ങളൊക്കെ എടുക്കണതിലായിരുന്നു നിർത്തി വെച്ചത്. അപ്പൊ ഇപ്പൊ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി തയ്ച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ജിജിനെ വിളിക്കാം അല്ലേ? ചേച്ചി സംഭവം അടിപൊളിയായിട്ട് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിനി ഇട്ട് നോക്കണം. ഇട്ട് നോക്കിയിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതില് മെറ്റേണിറ്റി വെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെലിവറിക്ക് മുമ്പും ശേഷവും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എനിക്ക് ചേച്ചി സ്റ്റിച്ച് ചെയ്ത് തന്നിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ സിബ് വരുന്നുണ്ട്. നമുക്കിവിടെ ഓപ്പൺ ചെയ്തിട്ട് കുഞ്ഞിന് ഫീഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇത് ഞാനൊന്ന് കാണിക്കാം. അതെ, ഇതിലിങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇൻവിസിബിൾ സിബ് ഉണ്ട്. അതെ, നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. അതുപോലെ നമുക്ക് ഒരു പുറത്തൊക്കെ പോകുമ്പോ നമുക്ക് തോന്നില്ല. അതെ, അങ്ങനെ തോന്നാത്ത രീതിയിൽ നമുക്ക് പുറത്തും സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചേച്ചി തയ്ച്ചേക്കുന്നത്.
അടിപൊളിയായിട്ടുണ്ട് ചേച്ചി. ഇഷ്ടപ്പെട്ടു. ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല രണ്ടെണ്ണം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാറ്റേണിൽ വന്നിട്ടുള്ള ഡ്രസ്സ്. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് എനിക്ക് ചേച്ചി സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇതും ഫീഡിങ് ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഇതിൽ ഇൻവിസിബിൾ സിബ് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊരു ഓവർകോട്ട് പോലെ ഇതിങ്ങനെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സിബ് ഇതിൽ വെച്ചിരിക്കുന്നത് കാണില്ല. ഇത് മെറ്റേണിറ്റി വെയർ ആയിട്ട് മാത്രമല്ല, നമുക്ക് കുറച്ചൊരു ഫ്രോക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിങ്ങനെ ഈ രണ്ട് ഡ്രസ്സാണ് എനിക്ക് ചേച്ചി ചെയ്തേക്കണത്. അപ്പൊ ഇത് മാത്രമല്ല, ഒരു വെഡിങ്ങിന്റെ ആവട്ടെ അല്ലെങ്കിൽ ഒരു നമുക്ക് പാർട്ടി വെയർ ആവട്ടെ, എന്ത് ഡ്രസ്സായാലും ഓടി ചേച്ചിയുടെ അടുത്തോട്ട് വരാം. എല്ലാവർക്കും ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് തയ്ച്ചു തരുന്നതായിരിക്കും. സൂപ്പർ ആയിട്ട് ചെയ്യും ചേച്ചി. ചേച്ചിയുടെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ചെയ്തതൊക്കെ ഇട്ടിട്ടുണ്ട്. നോക്കി നല്ല അടിപൊളിയാണ്. നോക്കി നിൽക്കുന്നത് കാണാം. ഇവിടുത്തെ എല്ലാ ടൈപ്പും ചെയ്യുന്നതാണ് ചേച്ചി. ഇത് സാരിയാണല്ലേ ചേച്ചി? സാരി വിത്ത് ബ്ലൗസ്. ഇതൊക്കെ ഓൾറെഡി കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഡ്രസ്സ് വേണമെങ്കിലും നേരെ നമ്മുടെ പേൾസ് ഫാഷൻ ബുട്ടിക്കിലേക്ക് വരിക. ചേച്ചി എല്ലാരെയും വെൽക്കം ചെയ്ത് ഇരിക്കുന്നുണ്ടാവും. പിന്നെ സ്ഥലം എവിടെയാന്ന് വെച്ചാൽ പാലാരിവട്ടത്ത് മെട്രോ പില്ലർ നമ്പർ 570 നേരെ 517 നേരെ ഓപ്പോസിറ്റ് കേട്ടോ. അപ്പൊ എല്ലാരും നേരെ പോകുന്നോളൂ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് ഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ. അപ്പൊ അതുപോലെ മെറ്റേണിറ്റി ഡ്രസ്സ് തന്നെയല്ല, അപ്പൊ ഞാൻ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഫ്ലൈറ്റിന്റെ സൗണ്ട് കേൾക്കും. ഓക്കെ, അപ്പൊ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഇപ്പം മെറ്റേണിറ്റി ഡ്രസ്സ് തന്നെയല്ല, ഒരു വെഡ്ഡിങ്ങിന്റെ ഡ്രസ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പാർട്ടി വെയർ ഡ്രസ്സ് ആയിക്കോട്ടെ, ഇനി നോർമൽ ഒരു ചുരിദാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ലെഹങ്ക, എന്ത് ടൈപ്പ് ഇപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏത് ടൈപ്പ് ഡ്രസ്സ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് തരും അവർ. ജിജേച്ചിയുടെ ടീം അടിപൊളിയാണ്. പേഴ്സണലി എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ പറയാണ്, ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരാൾക്കാരാണ് അവർ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ നേരെ പൊക്കോ പാലാരിവട്ടത്തോട്ട് മെട്രോ പില്ലർ നമ്പർ 517 നേരെ ഓപ്പോസിറ്റ് പേൾസ് ഫാഷൻ ബുട്ടിക് എന്നാണ് ഷോപ്പിൻ്റെ പേര്, മറക്കണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.